അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും ബിസ്മില്ലാ അസ്സലാം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇൻഷാ അല്ലാ. ഇന്ന് നമ്മളോടൊപ്പം സ്നേഹക്കൂടിലുള്ളത് പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ്. പീസ് റേഡിയോ ആപ്പ് വഴി നിരന്തരമായി നമുക്ക് സ്നേഹക്കൂടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പീസ് റേഡിയോ ആപ്പ് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറി പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. 24 മണിക്കൂറും വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് കേൾക്കാം, പാട്ട് കേൾക്കാം, ഖുർആൻ പഠിക്കാം. അങ്ങനെ പല പഠനങ്ങൾക്കുള്ള അവസരം, ആസ്വാദനത്തിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് പീസ് റേഡിയോ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അവർ റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അവർക്കുള്ള ചോദ്യങ്ങൾ കൂടി ആപ്പ് വഴി അയക്കാനുള്ള അവസരമുണ്ട്. ഇതിൻ്റെ ഫേസ്ബുക്ക് പേജിലും അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഓരോ പ്രോഗ്രാമിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത്തരം പേജുകൾ ഫോളോ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഏതാനും ചില പ്രശ്നങ്ങൾ ശ്രോതാക്കൾ എഴുതി അയച്ചത് നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. ഒരു ചോദ്യമുള്ളത് ഒരു സഹോദരിയുടെ ചോദ്യമാണ്. സർ, കുടുംബത്തിലെ കസിനുമായി ഭർത്താവ് കൂടുതൽ അടുപ്പം കാണിക്കുന്നു. ഇപ്പോൾ എനിക്ക് സംശയം തോന്നി തുടങ്ങി. എനിക്ക് മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പരിഹാരമാർഗത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു. ഇത് കാരണം എനിക്കൊരു ബേബി പ്ലാനിങ്ങിൽ എത്താൻ കഴിയുന്നില്ല, തൃപ്തിപ്പെടുന്നില്ല. ഞാൻ എന്തു ചെയ്യണം എന്നാണ് ഒരു ഭാര്യയുടെ ചോദ്യം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്നൊരു അവസ്ഥയാണ്. ഇണയെക്കുറിച്ച്, ഇണയുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ ആശങ്ക എന്ന് പറയുന്നത്, അതാണെങ്കിലും പെണ്ണാണെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ ഇസ്ലാം പൊതുവെ തുഹ്മത്തിൻ്റെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ എല്ലാ അന്തരീക്ഷങ്ങളെയും ക്ലോസ് ചെയ്യണം എന്ന സന്ദേശമാണ്, അത് ഇല്ലാതാക്കണം എന്നുള്ള സന്ദേശമാണ് ഏത് വിഷയത്തിലും നൽകിയിട്ടുള്ളത്. ഒരാൾക്ക് തെറ്റായി ചിന്തിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാണ്. ഇപ്പം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി നമസ്കാരം കഴിഞ്ഞ് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് തൻ്റെ ഭാര്യയുമായി ഒന്നിച്ചിരിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോടാണ് സംസാരിക്കണതെങ്കിലും അതിലെ പാസ് ചെയ്തു പോകുന്ന, അതിലെ കടന്നു പോകുന്ന ആളുകളെ വിളിച്ച് പറയുന്നുണ്ട്, ഇതെൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായിട്ട് പോലും ഇതുപോലത്തെ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു സ്ത്രീയുമായി നിന്ന് സംസാരിക്കുമ്പോൾ മനുഷ്യപ്രകൃതത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകനാണെങ്കിൽ പോലും അങ്ങനെ അവർ ചിന്തിച്ചാലോ എന്ന് ധരിച്ചുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച് ആ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ കൃത്യമായി പാലിക്കേണ്ട ഒരു മര്യാദയാണ്. ഒരു അവിഹിതത്തിൻ്റെ സാധ്യത തോന്നിപ്പിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ, ചാറ്റ് രീതികൾ, ഫോൺ കൈകാര്യം ചെയ്യുന്ന രൂപം, യാത്രകൾ, ഇരുത്തങ്ങൾ, നടത്തങ്ങൾ, ഇതൊന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. കാരണം ഇസ്ലാം വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലാ തഖറബുസ് സിന എന്നാണ് ഖുർആൻ്റെ പ്രയോഗം. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അപ്പോൾ വ്യഭിചാരത്തിലേക്ക് എത്തിക്കാവുന്ന എല്ലാത്തരം സാധ്യതകളുടെയും വാതിലുകൾ ഇസ്ലാം കൊട്ടിയടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീയും പുരുഷനും അവർ വിവാഹ സാധ്യതയുള്ളവരാണെങ്കിൽ, വിവാഹം കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു ആണും ഒരു പെണ്ണും തനിച്ചാകാൻ പാടില്ല. മഹ്റമിൻ്റെ സാന്നിധ്യമില്ലാത്തൊരിടത്ത് തനിച്ചാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ മൂന്നാമതായി എത്തിയ ശൈത്വാനാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഭാര്യയുടെ അനിയത്തി, ഭർത്താവിൻ്റെ അനിയൻ പോലെയുള്ള ആളുകൾക്ക് ഹമുവ് എന്നാണ് പറയുക. അൽ ഹമു അൽ മൗത്ത്, ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ, ഭർത്താവിൻ്റെ അനിയൻ്റെ കൂടെ ഒക്കെയുള്ള ഇടപെടലുകൾ, അങ്ങനെ ഒരാൾ തനിച്ച് താമസിക്കേണ്ടി വരുന്നതിനേക്കാൾ അവർക്ക് നല്ലത് മരണമാണ്. കാരണം ഒരു പുരോഗമനത്തിൻ്റെ കാലത്തും പുതിയ സാഹചര്യത്തിലൊക്കെ ഇവർക്ക് പെണ്ണിനെ കണ്ട ആകെ പ്രശ്നമാണ്, ഒന്നും കാണുമ്പോൾ തന്നെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുമെങ്കിലും നമ്മൾ ഓരോ ദിവസത്തെയും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാർത്തയെങ്കിലും ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെട്ട കൊലപാതകങ്ങളോ ഒളിച്ചോട്ടങ്ങളോ ഒക്കെ കാണുന്നൊരു കാലത്ത്
നമുക്കിത് വളരെ പ്രാധാന്യപൂർവ്വം പറയാൻ കഴിയും. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെ രണ്ടുപേരും തനിച്ചാകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂടെ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അതിന് കൊടുത്ത വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പറയാനുള്ള കാരണം, ഇത് അവൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ, അതവൻ്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ എന്ന ചിന്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്, വേണ്ടായ്മയിലേക്കൊരു സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്, ശൈത്താൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ സഹോദരി പറഞ്ഞതുപോലെ അവരുടെ ഭർത്താവ് സംശയിക്കാവുന്ന വിധമുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളത് അതൊരു തെറ്റാണ്. അയാളിഞ്ഞ് 100% അതിൽ ക്ലിയർ ആണെങ്കിൽ പോലും അയാൾക്ക് വിവാഹബന്ധം അനുവദിക്കപ്പെടാവുന്ന ആളുകൾ ആരാണെങ്കിലും, അവരെത്ര കുട്ടിപ്രായത്തിൽ എങ്ങനെ ഒന്നിച്ച് ജീവിച്ചതാണെങ്കിലും, രണ്ടുപേർക്കും ഒരു പ്രായപൂർത്തിയാകുന്നതോടുകൂടെ അവർ സ്വതന്ത്രരായ രണ്ട് വ്യക്തികളായി. ആ വ്യക്തികൾക്കിടയിൽ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ദൂരമുണ്ട്. ലാ തുസാഫിറന്ന ഇംറഅത്തുൻ, ഒരു ഇല്ല മഅദി മഹറമില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്യാൻ പാടില്ല, മഹറമ് നിർബന്ധമായിട്ടുണ്ടാകണം എന്നുള്ള നിലക്ക് ഒരു പെണ്ണിന് ഇസ്ലാം വളരെ കൃത്യമായി അവളെ ഒറ്റക്കാക്കുന്നൊരു സാഹചര്യം ഒരു ഘട്ടത്തിലും ഇല്ല. അവൾക്കൊരു സെക്യൂരിറ്റി ഓഫീസറെ കൃത്യമായി നിശ്ചയിക്കുന്നുണ്ട്. അത് വാപ്പയാണ്, അത് ഭർത്താവാണ്, അത് മകനാണ്, അത് ആങ്ങളെയാണ്. അതല്ലാത്തൊരു രൂപം ഇസ്ലാം ഇതിൽ കാണുന്നേയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകേണ്ട ഒരു സ്ത്രീയെ അവരെന്തിൻ്റെയൊക്കെ പേരിലാണ് ഈ ഭർത്താവ് എന്ത് ചെയ്യണത്, ഈ സ്ത്രീക്ക് വേദനയാകും വിധം സംഭാഷണം നടത്തുന്നതെങ്കിലും അത് അവസാനിപ്പിക്കേണ്ടതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം, അയാൾ നമ്മൾ കേൾക്കണില്ലല്ലോ. നമ്മൾ പൊതുവേ ഈ സെഷനിൽ പറയണത് പോലെ വ്യക്തികൾ എഴുതുന്ന ടെക്സ്റ്റിൻ്റെ പരിമിതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുന്നത്. ആ പരിമിതി അതിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറയണ ഇവരുടെ സംസാരം ഏത് തലത്തിലാണ്, ഏത് സ്പേസിലാണ്, അതൊക്കെ ഇതിലൊരു പ്രധാന കാര്യമാണ്. ഇനി വേറൊരു ഭാഗമുള്ളത്, തൻ്റെ ഭാര്യയ്ക്ക് അസ്വസ്ഥത വരും വിധം ഒരു പുരുഷൻ ഇനി വളരെ പബ്ലിക്കായിട്ടാണെങ്കിലും സംസാരിക്കണില്ല, എന്തുണ്ട്, പ്രശ്നമുണ്ട്. ഭാര്യയെ അയാൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഭാര്യയ്ക്ക് പെയിൻഫുൾ ആകുന്ന ഒരു അവസ്ഥ ഒരു ഘട്ടത്തിലും ഉണ്ടായിക്കൂടെ. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ ചില ആളുകൾ അവർ ജീവിച്ചു വരുന്ന സാഹചര്യവും പശ്ചാത്തലമൊക്കെ ചിലപ്പോൾ വളരെ മിങ്കിൾഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും. അവർക്കതൊരു പ്രശ്നമേ ആവില്ല. ഭാര്യ വേറെ ആളുടെ കൂടെ ബൈക്കിൽ ചേർന്നിരുന്ന് വരുന്നത് മുതൽക്ക് ഒന്നിച്ച് ദീർഘദൂരം യാത്ര ചെയ്യണത് വരെ ഒരു പ്രശ്നമല്ലാതെ വിചാരിക്കണ ആൾക്കാരുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഭാര്യനെ സംശയിക്കുന്നു എന്നുള്ളതൊന്നുമല്ല, മറിച്ച് സ്ക്രിപ്ചറുകൾ, ടെക്സ്റ്റുകൾ, ഖുർആനും സുന്നത്തും കൃത്യമായി പറയുന്നത് പാടില്ല എന്നാണ്. മനുഷ്യനെ പടച്ച, മനുഷ്യൻ്റെ മനസ്സും മസ്തിഷ്കവും പടച്ച റബ്ബ് അതിൽ അപാകതകളുണ്ട്, അപായമുണ്ട് എന്ന് പറയുന്നതുകൊണ്ടാണ് ഒരു രാവിൻ്റെ ഒരു പകലിൻ്റെ ദൂരമുള്ള യാത്ര ഒരു പെണ്ണ് അങ്ങനെ തനിച്ചാകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു അന്യപുരുഷൻ്റെ കൂടെ ആകാൻ പാടില്ല എന്ന മെസ്സേജൊക്കെ യഥാർത്ഥത്തിൽ പറയണത്. അപ്പോൾ നമ്മളിതൊന്നുകൂടി വൈൻഡപ്പ് ചെയ്ത് പറയുമ്പോൾ ആ സഹോദരിയോട് നമുക്ക് 100% ആ സഹോദരിയുടെ വാചകത്തെ നമ്മളിവിടെ പരിഗണനയ്ക്ക് എടുക്കുന്നു. ഒരു കാരണവശാലും അത് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി ഭർത്താവിനെ നമ്മൾ ചിലപ്പോൾ ഇത് ബോധ്യമില്ലാത്ത ഒരാളാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം, സ്വന്തം ഭാര്യയിൽ നിന്നൊരാൾക്ക് കിട്ടേണ്ട മധുരവും രുചിയും ആസ്വാദനവും ഒക്കെ ലഭിക്കാതെ വരുമ്പോൾ അത് വേറൊരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് ഒരു സ്വാഭാവികതയാണ്. ഇത് ന്യായീകരിക്കാനുള്ള ന്യായമൊന്നുമല്ല. അപ്പോൾ പലപ്പോഴും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാവേണ്ട ഒരു സന്തോഷവും ഉണ്ടാകേണ്ട ഒരു ആഘോഷമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അത് ഈ വ്യക്തികളുടെ പെരുമാറ്റം, സ്വഭാവം, പ്രകൃതം, ശൈലീസ്, ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കും. ഭർത്താവ് ഇങ്ങനെ കുറച്ച് ഒന്ന് റിലാക്സ് ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറയാൻ വിചാരിക്കേണ്ട ഒരാളായിരിക്കും. ഭാര്യ എന്ന് പറയണത് ചിലപ്പോൾ വളരെ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ കൃത്യം പോവുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അവരിങ്ങനെ എല്ലാം കൃത്യതപ്പെടുത്തുന്ന തിരക്കിലായിരിക്കും. അടുക്കളൊക്കെ ക്ലിയറാക്കി, ഷെൽഫുകളൊക്കെ ക്ലിയറാക്കി, ഇതങ്ങനെ ക്ലിയറാക്കി. അപ്പോൾ ഒരു പണിയുടെ ലോകത്തായിരിക്കും അവർ, ഒരു ജോലിയുടെ ലോകത്തായിരിക്കും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമാവില്ല. അയാൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് കുറച്ച് വർത്താനം പറയൊക്കെ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ രണ്ടാളും രണ്ട് പ്രകൃതമാവുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതേപോലെ ചിലപ്പോൾ ഭാര്യ അധികം ഇങ്ങനെ എക്സ്പ്രസീവ് ആവില്ല, അങ്ങനത്തെ ചില പ്രകൃതങ്ങളുണ്ടാവും. ഒരു വളരെ ലിമിറ്റഡ് ആയിരിക്കും, ഒക്കെ ഇങ്ങനെ കുറച്ച് മതിയാകും. ഇയാൾക്ക് കുറേ വർത്തമാനം പറയണേ, അങ്ങനെ കുറച്ചൊരു എക്സ്പ്രസീവ് ആകണേ, പ്രകടിപ്പിക്കുന്നൊരവസ്ഥ വേണ്ടി വരും.
അത് ചിലപ്പോൾ ഈ ഭാര്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഈ സഹോദരി ഉൾപ്പെടെ എല്ലാവരും ആലോചിക്കേണ്ട കാര്യം, അയാളുടെ സന്തോഷങ്ങൾക്ക് അനുഗുണമായ ഒരു പ്രകടനം നമ്മുടെ അടുത്തുനിന്ന് വരുന്നുണ്ടോ. അപ്പോൾ മുമ്പൊരു സഹോദരി അവർ എഴുതിയ ഒരു വാചകം എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും വരലുണ്ട്. മൂപ്പര് ഇന്നേ വരെ എൻ്റെ കൈയൊന്ന് ചേർത്ത് പിടിച്ച് ഒരു പൊതുനിരത്തിലൂടെ നടന്നിട്ട് പോലുമില്ല. മൂപ്പര് മുന്നിൽ അങ്ങനെ നടക്കും, ഞാൻ പിന്നിൽ അങ്ങനെ നടക്കും. ഒരു ബസ് കയറിയിരുന്നാൽ എൻ്റെ ചേർത്ത് എൻ്റെ തോളിലൂടെ ഒന്ന് കൈയിട്ട് പിടിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഞങ്ങളൊന്നിച്ചിരുന്ന് ഒരു ചായ കുടിച്ച് ഒരു റിലാക്സ് ചെയ്ത് വർത്താനം പറഞ്ഞിട്ടില്ല. മൂപ്പര് വേഗം കുടിച്ച് എന്നാണ് എന്ത് ചെയ്യുക, പറയാം, പോവുക എന്നാണ് പറയാം. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യർ അവരുടെ നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾ തോന്നണ പല കാര്യങ്ങളും പലർക്കും വലിയ കാര്യങ്ങളായിരിക്കും. ഇന്നേ വരെ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു ചൈൽഡിഷായ കാര്യമായിട്ടാണ് ഒരു പ്രത്യേക ഏജിലുള്ളവർ എടുക്കുക. ഏത് ഭാര്യയും ഭർത്താവും തമ്മിൽ 10 കൊല്ലത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഏജ് വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇത് 2 ജനറേഷനാണ്. രണ്ടും 2 ജനറേഷനാണ്. 10 കൊല്ലമാണെങ്കിലും അത് ജനറേഷൻ തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ ജനറേഷനുകൾ വളർന്നു വന്നതും അവരുടെ രീതികളൊക്കെ വ്യത്യസ്തമാണ്. അത് പിന്നെ ഒരു വിഷയത്തെ സമീപിക്കുന്ന രീതി തന്നെ മാറ്റം ഉണ്ടാവും. എല്ലാറ്റിലും മാറ്റം ഉണ്ടാവും. ഒരു വിവാഹത്തിലെ സമ്മാനം കൊടുക്കൽ, ഒരു വീട്ടിലെ സന്ദർശിക്കുന്ന സമയം, പിന്നെ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ കാണാൻ പോകുമ്പോൾ കൊടുക്കുന്ന കാര്യം, കഴിക്കുന്ന കാര്യം, അങ്ങനെ കുറേ വിഷയത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഫുഡൊക്കെ ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ഫുഡ് കഴിക്കുന്ന സ്ഥലം പോലും വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു GST ഒന്നും ഇല്ലാത്ത ഒരു നാടൻ കടയിൽ കയറി അവിടുത്തെ മറ്റേ സമാവർ ചായ ഉണ്ടല്ലോ, ആ സമാവർ ചായ കുടിക്കുന്ന സ്ഥലത്ത് പോയി കഴിക്കണത് അവർക്ക് അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ചിലപ്പോൾ. നേരെ മറിച്ച് 2 ലൈറ്റൊക്കെ ഇട്ട് ഒരു ത്രികോണത്തിലുള്ളൊരു ടേബിളൊക്കെ വെച്ച് അവിടെ അങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് മര്യാദയ്ക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പിനെ രണ്ടാളും ശരിക്ക് മനസ്സിലാക്കി പരിഗണിക്കുമ്പോഴേ ഇത് നല്ല സെറ്റാകുള്ളൂ. മറ്റേത് ഇയാൾ അങ്ങോട്ട് പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഡോപ്പമിൻ കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ ആയിരിക്കും. ഈ ഭാര്യാഭർത്തൃ സമ്പർക്കങ്ങൾ, മക്കളുമായിട്ടുള്ള ഇടപെടലുകൾ, വാപ്പയുമായിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട് നമ്മളെ ഓഡിയൻസിന് മനസ്സിലാകണം. ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഡോപ്പമിനാണ്. ഹാപ്പി മൊമെൻ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവം ഡോപ്പമിനാണ്. പാമ്പിനെ കാണുമ്പോൾ പേടിക്കുന്നത് അപ്പോൾ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ്. ഒരാൾ ദുഃഖത്തിലേക്ക് വഴിമാറുന്നത് അതിൻ്റെ ഇത് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡോപ്പമിൻ സിറ്റുവേഷനുകൾ ഉണ്ടാക്കാൻ ആവശ്യമായുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അയാളെ ശരിക്കും കറക്കിയെടുത്ത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് ബുദ്ധിയുള്ള ഭാര്യ ചെയ്യേണ്ടത്. അല്ലാതെ അയാൾ ഏതോ ഒരു കസിനായിട്ട് പഞ്ചാരടിക്കുകയാണ് എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നാൽ അയാൾ വരുമ്പോഴും നമുക്ക് അയാളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. ഇതാ മറ്റേ പെണ്ണുമായിട്ട് സ്ഥിരം വർത്താനം പറഞ്ഞ ചെങ്ങായാണ് ഈ വരുന്നത്. ഇയാളുടെ കൂടെ നമ്മൾ ജീവിച്ചൊരു കുഞ്ഞൊക്കെ ഉണ്ടായാലും പ്രഗ്നൻ്റ് ആയാലും അപ്പോൾ അവരുടെ ഇൻ്റർകോഴ്സസും പരാജയമാണ്. ബേബി പ്ലാനിങ് എനിക്ക് വിഷയമാണെന്നാണ് ആ കുട്ടി എഴുതിയത്, ആ സ്ത്രീ എഴുതിയത്. അപ്പോൾ അവരുടെ ഇൻ്റർകോഴ്സസ് പ്രശ്നമാണ്, ബെഡ്റൂം പ്രശ്നമാണ്, ഒക്കെ ഇത് തലയിൽ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യണത്, ബെഡ്റൂമിലേക്ക് അടക്കം ചെല്ലണത്. അപ്പോൾ ഒരു ദിവസം അയാളെ അടുത്തിരുത്തി കെട്ടിപ്പിടിച്ച് അയാളോട് തുറന്ന് ചോദിച്ച് എൻ്റെ മനസ്സുകളൊന്ന് ഫ്രീ ആക്കി തരണം, ഞാൻ ഇങ്ങനത്തെ ഒരു ലോഡും കൊണ്ടാണ് നിങ്ങളെ കൂടെ ജീവിക്കുന്നത്, അതുള്ളിടത്തോളം കാലം നല്ലൊരു ഭാര്യയായി നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല എന്ന് വളരെ ഓപ്പണായി അദ്ദേഹത്തോട് പറഞ്ഞ്, അയാളൊരു പൊട്ടിത്തെറി തട്ടിക്കയറൽ ടീമാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഇതാവൂലെ സ്വീകരിക്കേണ്ടി വരിക. നമ്മൾ രണ്ടാളും ഇരുന്നാൽ പരിഹരിക്കാത്തതാണ്, ഭാര്യയും ഭർത്താവും ചർച്ച ചെയ്താൽ പരിഹരിക്കാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ പ്രിയപ്പെട്ട മൂന്നാമത്തെ ഒരാളുടെ സാന്നിധ്യം ഇതിൽ ആവശ്യമുണ്ടാകും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ ഭാര്യ തന്നെക്കുറിച്ച് മറ്റൊരാളുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് പറയുമ്പോഴും അതിലെന്തുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഭർത്താവിന് ഈ എപ്പിസോഡൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. എന്നിട്ട് നിങ്ങൾ രണ്ടാളും തമ്മിൽ പറഞ്ഞിട്ട് തീരുന്നില്ലെങ്കിൽ നിങ്ങൾ സ്നേഹക്കൂടായിട്ട് ബന്ധപ്പെടുക. നമുക്ക് അത് ആ ഡിസ്കഷനിൽ ഇൻഷാല്ലാ നമുക്കും പങ്കെടുക്കാം. ഈ നിങ്ങൾ പറഞ്ഞപ്പോൾ രണ്ടുപേരും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചവരായിരിക്കാം എന്ന പോയിന്റ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, പിന്നെ ഒരു സുഹൃത്ത് പങ്കുവെച്ച ഒരു അനുഭവമാണ്. ദീനീബോധമുള്ള 2 ആളുകളാണെങ്കിൽ എങ്ങനെയാണ് വിഷയങ്ങൾ പരസ്പരം കൈമാറാൻ എളുപ്പമാകുക എന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ ആദ്യത്തെ ഒരു സൽക്കാരത്തിന് പോയ സമയത്ത് അവിടെ ആ ഭാര്യയുടെ അളിയൻ എന്ന് പറഞ്ഞത് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അവിടെ വന്നിട്ടുണ്ട്. ഭക്ഷണം കോരിക്കൊടുക്കുന്നതിൻ്റെ ഇടയിൽ
ഈ ഭാര്യയുടെ അരികിൽ വന്ന് അവളുടെ മുമ്പിലാണ് ഭക്ഷണം. അപ്പോൾ തോളിൽ കൈവച്ചിട്ട് മുമ്പിൽ നിന്ന് കോരിയിട്ട് ഈ ഭർത്താവിന് ഭക്ഷണം ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഭർത്താവിന് അതറിയാം, ദീനിയായി അത് തെറ്റാണ്, ഒരു പരസ്പരം ടച്ച് ചെയ്യുന്നത് അനുവദനീയമല്ല എന്നറിയാം. ഇവർ അത് ദീനിയായി നല്ല ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ള നല്ല ഫാമിലിയാണ്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത്ര ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവളോട് മടങ്ങിപ്പോകുന്ന വഴിയിൽ തന്നെ വണ്ടിയിൽ വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മളിങ്ങനെ അങ്ങനെയാണ് അകലം പാലിക്കേണ്ടത്, ഇങ്ങനെ ടച്ചിങ് എന്നുള്ളതിൻ്റെ ഒരു ഗൗരവം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അതൊരു വലിയ ഇഷ്യൂ ആക്കിയില്ല. അപ്പോൾ നിങ്ങൾ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണോ ഇങ്ങനെയാണോ ഒന്നും ചോദിക്കാൻ നിന്നില്ല. ഈ വിഷയത്തിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. പക്ഷെ അതിനുശേഷം പിന്നീട് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയണം. അപ്പോൾ അതൊരു മതബോധത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും ചില വിഷയങ്ങളിൽ ചില അറിവില്ലായ്മകളോ അല്ലെ അത്ര കാലം ശീലിച്ചു വന്ന ഒരു കാര്യത്തിൽ അത്ര ഒരു ശ്രദ്ധയില്ലായ്മയോ ഒക്കെ ഉണ്ടാകും എന്നുകൂടി മനസ്സിലാക്കി പരസ്പരം പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളാനും പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനും ശ്രമിച്ചാൽ പിന്നെ അത് പരിഹാരം ഉണ്ടാവും. ഇതിൻ്റെ കൂടെ നമ്മളെപ്പോഴും ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ ഭാര്യയുടെ അനിയത്തി, ഭർത്താവിൻ്റെ അനിയൻ, അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയുടെ അനിയത്തിക്ക് 2.5 വയസ്സ് 3 വയസ്സാണ്. 2.5 വയസ്സ് 3 വയസ്സ്, മാക്സിമം 3 വയസ്സാണ് അവൾക്ക്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുട്ടിയായി, 10-18 കൊല്ലം അപ്പുറമാണ്. ഇന്ന് അവൾ ഒരു മുതിർന്ന കുട്ടിയായി. അപ്പം അന്ന് അവൾ നമ്മളെ മടിയിൽ ഇങ്ങനെ കളിച്ച് വളരുന്ന ഒരു മോളാണ്. ഈ ഒരു അടുപ്പവും ഈ ഒരു അറ്റാച്ച്മെൻറ്റും ഈ ഒരു സ്വന്തം കുഞ്ഞിനോടുള്ളത് പോലത്തെ ഒരു സ്നേഹം സ്വാഭാവികമായിട്ടുണ്ടാകും. അത് പക്ഷേ ദീനീ ബോധം കൊണ്ട് എന്ത് ചെയ്യണം, അവളുടെ ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ അവൾ ഇസ്ലാമികമായി എനിക്ക് ഇടപെടണയിൽ ഇസ്ലാം കുറച്ചൊരു നിബന്ധനകൾ നിശ്ചയിച്ചതാണ് എന്ന ബോധ്യം എനിക്ക് ഉണ്ടാകണം. ഇതില്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഓമനത്വവും ഒരു സ്നേഹമായിട്ട് അതിൽ വേറെ ആ ടച്ചിങ്ങിലോ ഇടപെടലോ വേറെ ഒന്നുമില്ല. അതുപോലും പറ്റൂലേ എന്ന് എന്ത് ചെയ്യേണ്ടതില്ല, ചോദിക്കേണ്ടതില്ല. കാരണം ഇസ്ലാം അവിടെ ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു നിയമം വെച്ചത് മനുഷ്യൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, ബന്ധങ്ങളുടെ പവിത്രതയ്ക്ക് വേണ്ടിയാണ്. ഇതേപോലെ എന്തുണ്ടാവും, ചിലപ്പോൾ ഭർത്താവിൻ്റെ അനിയൻ ഈ ഭാര്യ വരുമ്പോൾ ചെറിയ കുട്ടിയായിരിക്കും, പിന്നീട് അവൻ വളർന്നു വരുമ്പോൾ അവന് നേരത്തെ ചോറ് വാരി കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അപ്പി വരെ കഴുകി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ വളർന്നു വരുന്നിടത്ത് ഇസ്ലാം ആ ഒരു ഏജും ഒരു അവസ്ഥയെത്തുമ്പോൾ ഇങ്ങനത്തെ ചില നിയമങ്ങൾ വളരെ കണിശമായി പഠിപ്പിക്കുന്നുണ്ട്. അത് തീർച്ചയായും കുടുംബ ബന്ധം സുരക്ഷിതമായി പോകുന്നിടത്ത് വളരെ ഫലപ്രദമാണെന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ 100 കണക്കിന് വാർത്തകളിൽ നിന്നും അനുബന്ധങ്ങളിൽ നിന്നും ബോധ്യമുള്ളതാണ്. ഇത് ഇങ്ങനെ തന്നെ പച്ചക്ക് പറയുമ്പോൾ ആ ഭാഗം മാത്രം മുറിച്ചിട്ട് വേണമെങ്കിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് ക്യാമ്പയിനൊക്കെ ആകാം. അങ്ങനത്തെ നെഗറ്റീവ് ക്യാമ്പയിനുകൾ ഭയന്നിട്ടാണെങ്കിൽ ഈ പരിപാടിയായിട്ട് നമ്മൾ നടക്കൂലല്ലോ. അതുകൊണ്ട് ഇത് പച്ചക്ക് വ്യക്തതയോടുകൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും നമുക്കിതിൽ ചെയ്യാനുള്ളത്. ഈ പോയിന്റ് പരിചിതരായ അന്യർ ഗൗരവത്തിൽ കാണേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ അൽഹമു വൽ മൗത്ത് എന്ന് പറഞ്ഞത്. പരിചിതരായ അന്യരാകുമ്പോൾ അത് കൂടുതൽ അടുക്കുന്നു. മറ്റൊരു അന്യരാണെങ്കിൽ അയാളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകുന്നത് അത് തടയാനുള്ള കുറേ മാർഗ്ഗങ്ങളുണ്ട്. പരിചിതരായ അന്യരുടെ അടുക്കൽ നിന്നുള്ള ഉപദ്രവങ്ങൾ തടയാൻ മാർഗ്ഗങ്ങളില്ലാതെ വരുന്നു. ഇനി എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടായാൽ അത് പുറത്ത് പറയുന്നിടത്ത് കുറേ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ കുറേ സാധ്യതകൾ ഉണ്ടല്ലോ. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അതൊരു പ്രശ്നമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ നമ്മൾ കാണും. അപ്പോൾ ചില കണ്ടൻറ്റുകളിലുള്ളത് എനിക്ക് ഒരു ആങ്ങള ഉണ്ടായിരുന്നില്ല, എനിക്കിപ്പോൾ ജ്യേഷ്ഠത്തിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരാങ്ങള ഉണ്ടായത് എന്ന് പറയുകയും എന്നിട്ട് അവർ ഭാര്യ എങ്ങനെയാണോ അയാളോട് പെരുമാറുന്നത് അതേ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ അവർ കാഴ്ചവെക്കുന്നതിനെ സോഷ്യൽ മീഡിയയിലിട്ട് അത് പ്രചരിപ്പിച്ച് എന്നിട്ട് അതിനുള്ള അടിയുള്ള കമൻറ്റുകളെ വളരെ നിസ്സാരമാക്കി സംസാരിക്കുന്ന കമൻറ്റുകളിൽ പോലും ഇത് വലിയ നല്ലൊരു സ്നേഹബന്ധമാണ്, എന്തൊരു നല്ല കുടുംബമാണ് എന്ന രൂപത്തിലുള്ള കമൻറ്റുകൾ പോലും ആളുകൾ ഇടുന്നത്. ഇതൊക്കെ അതൊന്നും പ്രശ്നമുള്ള സംഗതിയല്ല, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലൊന്നും ആളുകൾ കയറി ഇടപെടേണ്ട, അത് അവരുടെ സ്വന്തം കാര്യമല്ലേ എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ കാണും. തീർച്ചയായും. നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടി പോവുകയാണെങ്കിൽ സമാനമായ മറ്റൊരു വിഷയമാണ്. എൻ്റെ ഭർത്താവ് അന്യമതത്തിലെ ഒരു സ്ത്രീയുമായി ഫോൺ ചെയ്യുമായിരുന്നു. ഞാനത് എതിർത്തതോടെ എന്നോട് വെറുപ്പായി. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. ഒരിക്കലും അവർക്ക് എൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്താണ് ചെയ്യുക? എല്ലാതും ഒരൊറ്റ
ഉത്തരത്തിലാണ് നിൽക്കുന്നത്. ഇതിലിപ്പോൾ മതം ജാതി എന്നുള്ളതൊന്നുമല്ല ഈ അവിഹിതത്തിൻ്റെ അടിസ്ഥാനം. എല്ലാതും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് സ്വന്തം ഭാര്യൻ്റെ അനിയത്തിയോ സ്വന്തം ഭർത്താവിൻ്റെ അനിയനോ സ്വന്തം ഉമ്മാൻ്റെ അനിയൻ്റെ മോനോ മോളോ ഒക്കെ ആണെങ്കിലും ഇതിൽ തുല്യ നിയമമാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ സഹോദരിക്കും ഈ സഹോദരനും വേണ്ട ഉത്തരം തന്നെയാണ് ആദ്യത്തെ ചോദ്യത്തിലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഇനി പരാമർശിക്കണില്ല. പക്ഷെ ഇതിന് രണ്ടാമത്തെ പാർട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഒരു ഭാര്യൻ്റെ അടുത്ത് ഒരു വിഷയം കണ്ടാൽ ആ വിഷയത്തെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ എഡിറ്റിംഗ് പഴച്ചാൽ ചിലപ്പോൾ അയാൾ അതിൽ നിന്ന് പിന്നീട് മോചിതനാകും. ഇവർ രണ്ടാളും ചിലപ്പോൾ പിന്നീട് ജീവിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് വേണ്ടാന്നാണ്, എന്നെ വേണ്ടാന്നാണ് പറയണതെന്ന് പറഞ്ഞല്ലോ. നേരെ തിരിച്ച് രണ്ടാളും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യും. പക്ഷെ അന്നത്തെ ആ കൈകാര്യം ചെയ്യലിൻ്റെ പരിക്ക് എന്ത് ചെയ്യും? ജീവിതത്തിലുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹലക്തു യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ നശിച്ചു എന്ന്, ഞാൻ വ്യഭിചരിച്ചു എന്ന കാര്യം പരസ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നതൊരു സ്വഹാബിയാണ്, മായിസ് റളിയല്ലാഹു അൻഹു ആണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കേൾക്കാതിരിക്കുകയാണ് ഫസ്റ്റ് ചെയ്യണത്. പിന്നെയും ചെയ്യണത്. എനിക്ക് ഹദ് നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ തലങ്കും വിലങ്ങും അദ്ദേഹം വന്ന് ആവശ്യപ്പെട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ആ നടപടിക്രമത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുന്നത്. അപ്പം സ്വഹാബിയായിരുന്ന അദ്ദേഹത്തിന് പോലും ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ ഇങ്ങനൊരു പിഴവ് സംഭവിച്ചു. അതുകൊണ്ട് ലൈംഗിക രംഗത്തെ വീഴ്ച എന്ന് പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രായവ്യത്യാസമില്ലാതെ വ്യക്തിവ്യത്യാസമില്ലാതെ ആർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറളുൻ, ഹൃദയത്തിൽ രോഗമുള്ള അവസ്ഥ എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പരസ്ത്രീ ബന്ധത്തിൻ്റെ മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആദം സന്തതികൾ മുഴുവൻ സിനയുടെ അവരുടെ ഓഹരി എടുക്കുന്നുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു? നോട്ടം കൊണ്ടെടുക്കുന്നു. അപ്പോൾ ആ നോട്ടമാണ് അവൻ്റെ വ്യഭിചാരം. ചില ആളുകൾ സ്പർശിക്കുന്നു, ആ സ്പർശനമാണ് അവൻ്റെ വ്യഭിചാരം. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നു? ലൈംഗികാവയവം സമ്പൂർണമായ സിനയെ, വ്യഭിചാരത്തെ സത്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്നു. തത്വത്തിൽ ആദം സന്തതികളൊക്കെ അവരുടെ വ്യഭിചാരത്തിൻ്റെ ഓഹരി എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന പ്രയോഗം വരെ നമുക്ക് ഹദീസിൽ കാണാം. ഇത് ഒരിക്കലും ഒരാൾ ചെയ്യുന്ന തോന്നിവാസത്തെ ന്യായീകരിക്കാനുള്ളതല്ല, മറിച്ച് വ്യക്തികൾക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി, അയാളുടെ കിഡ്നി പോയി, അയാൾക്ക് ക്യാൻസറാണെന്നൊക്കെ അറിയുമ്പോൾ ആ രോഗപരിചരണത്തിൻ്റെ മനസ്സോടുകൂടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഈ വിഷയത്തിൽ ശാന്തമായി സാവകാശം അതിൽ നിന്ന് അയാളെ ഊരിയെടുക്കാനുള്ള പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? നടക്കേണ്ടത്. ഏറ്റവും ആദ്യം ഇതിലേക്ക് എത്താതിരിക്കാനുള്ള സ്റ്റെപ്പാണ് നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് വിഷയം. രണ്ടാളുടെയും ടേസ്റ്റും രണ്ടാളുടെയും മനസ്സും രണ്ടാളുടെയും ആവശ്യവും ഫില്ല് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിക്ക് പോവില്ല. എനിക്ക് ആവശ്യമുള്ള ചോറും ഭക്ഷണവും കാര്യമൊക്കെ വയറ് നിറച്ച് വീട്ടിൽ നിന്ന് കഴിച്ചാൽ പിന്നെ ഹോട്ടലിന് മുമ്പ് ചെല്ലുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല. എന്ത് നല്ല മണം വന്നാലും വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് നല്ല ടേസ്റ്റ് കിട്ടിയാൽ പിന്നെ ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാളുകളും അവരുടെ ലൈംഗികതയും അവരുടെ സെക്സും അവരുടെ ആസ്വാദനവും അതൊക്കെ പല കാരണങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടാകും. സ്ത്രീകളുടെ അടുത്തൊക്കെ സംഭവിക്കണ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി തന്നെ അവൾക്ക് കടിച്ചമർത്തി നിൽക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെയുള്ള കുറേയധികം അവസ്ഥകളുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറച്ചുകൂടി എക്സ്പ്രസീവാണ് സെക്സിൻ്റെ കാര്യത്തിൽ, കുറച്ചുകൂടി ഇത് പ്രകടമായി പുറത്തു ചാടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു സുഹൃത്തെ ഒരിക്കൽ പറയണ്ടായി, അയാൾ രണ്ടാമത് വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പോൾ ആ രണ്ടാമത്തെ വിവാഹത്തിൻ്റെ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ കാത്തു നിൽക്കണം, പാത്രമൊക്കെ ഫുൾ കഴുകി വെച്ച് ഒക്കെ കഴിഞ്ഞൊക്കെ റെഡിയാക്കി ഇങ്ങനെ വരുമ്പോഴത്തേനും ഞാൻ തളർന്നുറങ്ങണൊരവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അയാൾ പറയണ ആ കാത്തിരിപ്പിൻ്റെ നേരം എന്ന് പറയുന്നത് ഒരു അസഹനീയമായ ഒരു അവസ്ഥയാണ്. നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത, നമ്മളെ ശൈത്താൻ ഇങ്ങനെ പിടിച്ച് കുലുക്കണ ഒരവസ്ഥയാണ്. അവിടുത്തെ ആവശ്യങ്ങൾക്കൊരു
ജോലിക്കാരിയെ വെക്കാം എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരുന്നുണ്ടല്ലോ, ആവശ്യത്തിനെ അവളുടെ അടുത്ത് ഞാൻ വരുന്നുള്ളൂ എന്നാണ് അവളുടെ വാദം. ആ വാദം ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ എനിക്ക് ആവശ്യത്തിന് അവളുടെ അടുത്തേക്കേ വരാനുള്ളൂ. ഞാൻ അവൾക്ക് വേറെ കാര്യങ്ങൾ, ഇപ്പോൾ അയാൾ അവൾക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണില്ല എന്ന് വിചാരിക്കുക. വീടുമായി ബന്ധപ്പെട്ട മക്കളെ കാര്യം, വിദ്യാഭ്യാസം, ഇതിലൊന്നും ഒരു റോളും നിർവഹിക്കണില്ല എന്ന് വിചാരിക്കുക. അത് വേറെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇത് കേൾക്കുന്ന ആളുകൾ വേറെ തെറ്റിദ്ധാരണ ആവശ്യമില്ല, അതൊക്കെ പുരുഷൻ്റെ റോളയിലുണ്ട്. പക്ഷെ അതൊക്കെ അതൊന്നും അയാൾ ചെയ്തു തരാത്തതുകൊണ്ട് അയാൾക്ക് നമ്മളടുത്തു നിന്ന് മാത്രം കിട്ടേണ്ട ഈ കാര്യം നിഷേധിക്കാൻ യാതൊരു വകുപ്പുമില്ല. അത് നിർബന്ധമായിട്ടും ഈ സ്ത്രീയായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് അയാളുടെ ആവശ്യത്തിനും അയാളുടെ താല്പര്യത്തിനും അയാളുടെ സന്ദർഭത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വഴിയിൽ വെച്ച് ഒരു ആൾ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. അതെന്താ വെച്ചാൽ എനിക്കെൻ്റെ ഭാര്യ അവിടെ ഉണ്ട്, ആ കാര്യമാണ് നിർവഹിക്കപ്പെടേണ്ടത്. ഇവിടെ ഫ്രീ സെക്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു കോമഡി ആയിരിക്കും. വഴിയിൽ നിന്ന് ഒരാളെ കണ്ടാൽ നേരെ വീണ്ടും പാഞ്ഞ് വീട്ടിൽ കയറി ചെന്നാൽ മതി. ഓന് ഈ ഫ്രീ സെക്സിൻ്റെ ആൾക്കത് ആവശ്യമില്ല. ആ ആളോട് തന്നെ നീ എനിക്കൊരു, അവരുടെ ലാംഗ്വേജ് കടെടുത്ത് പറയണം, എല്ലാവർക്കും മനസ്സിലാണല്ലോ, നീ എനിക്കൊരു കളി തരുമോ എന്ന് ചോദിക്കാൻ സ്വാതന്ത്ര്യം ഇവിടമുണ്ട്. അതൊരു സെക്കുലർ സമൂഹമാണ്, അതിനുള്ളൊരു ചിന്താ പരിസരം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ മലയാളത്തിലെ വാക്കുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു മറുണ്ടാക്കി വാക്കുകളുടെ മറക്കുള്ളിൽ കയറി നിന്നിട്ട് ഓൽക്കോല കാര്യം നിർവഹിക്കുക. എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അപ്പം ഞാൻ പറയണത്, ഇവിടെ ഒരു പുരുഷന്മാർക്ക് ഇങ്ങനത്തെ ഒരു വളരെ സീരിയസ് ആയ പ്രശ്നമുണ്ട്. അയാളുടെ ആവശ്യവും സമയവും താല്പര്യമൊക്കെ ഇവരുടെ സമയത്ത് ഒരിക്കലും യോജിക്കണതാവില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചോറും 3 കറിയും 2 ഇതും ഒക്കെ കൊടുന്ന ആവശ്യമൊന്നുമില്ല. അവൾക്ക് പറയാം, ഇതിങ്ങനെ നടക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഇന്ന കാര്യം വേണമെന്ന് നമുക്ക് പറയാനൊരു പ്രശ്നമല്ല. പക്ഷേ അതിൽ ഒരു വിഷയം സാധാരണഗതിയിൽ വരാറുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ശാരീരികമായ ചില പരിമിതികളുണ്ടാവും. ഈ പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടേതായ ഒരു ലോകം ചിലപ്പോൾ അയാൾക്ക് തുറന്ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് ശൈത്താൻ ന്യായീകരണം തോന്നിപ്പിക്കും ഇങ്ങനത്തെ അവിഹിതങ്ങളുടെ. പക്ഷെ അത് എൻ്റെ പരിഹാരമല്ല. ആ വിഷയം ചികിത്സയിലൂടെ പരിഹരിക്കപ്പെടാണ് ചെയ്യേണ്ടത്. അതിന് കണ്ടറിഞ്ഞ് ഭാര്യ ഇടപെടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സഹോദരിയോട് നമുക്ക് പറയാനുള്ളത്, അയാളും നിങ്ങളയാൾക്ക് വേണ്ട എന്നയാൾ പറയണത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കറിയില്ല. ഇതിൽ മസ്ലഹത്താണ് വേണ്ടത്. ഇസ്ലാമിൽ ബന്ധവിച്ഛേദത്തിന് മുമ്പ് പാലിക്കേണ്ട കുറേയധികം മര്യാദകളുണ്ട്. ആ മര്യാദകളൊക്കെ പാലിച്ച് നിങ്ങൾക്ക് രണ്ടാൾക്കും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഖളാ ഉണ്ടാവും എന്ന് വിചാരിക്കണം വേണ്ടത്. 2 ഭാഗത്തു നിന്നുമുള്ള വിഷയങ്ങൾ നന്നായി സംസാരിക്കാവുന്ന വ്യക്തികൾ ഇരുന്ന് ചർച്ച ചെയ്ത് നിങ്ങളുടെ 2 പേരുടെയും പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ശരിയായി ചിന്തിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും വേണ്ടത്. അയാളെ കുറേ കാലം ഇങ്ങനെ തനിച്ച് വിടരുത്. തനിച്ച് വിടുമ്പോൾ വീണ്ടും വീണ്ടും ഈ ബന്ധങ്ങൾ ഇങ്ങനെ ശക്തിപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇനി രണ്ടാമത് ലൈഫൊക്കെ സെറ്റായി വരുമ്പോഴും ഈ ഇത്തരം അഡിക്ഷനുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും രണ്ടാമത് അതിലേക്കൊക്കെ എന്ത് ചെയ്യുക, അവസരങ്ങൾ വന്നാൽ വീണ്ടും അതിലേക്കൊക്കെ ചാടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോഴും അയാളെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത തീർച്ചയായും അതായിരിക്കും ഏറ്റവും ശരിയായ രൂപം. എന്തായാലും ഒരു ബന്ധം ഇസ്ലാമികമായൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിഹിതം എന്നത് സംഭവിക്കുമ്പോൾ എനിക്ക് ആ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞാൽ അത് തൊലാഖിൻ്റെ ഒരു കാരണം തന്നെയാണ്. അതിനെ നമ്മൾ നിരാകരിക്കണില്ല. പക്ഷേ ഇന്നതൊക്കെ ഒരു സാർവത്രികമാണ്, ഏത് വ്യക്തിക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചു പോകാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടതെന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. ഈ സംസാരം കേട്ട പുരുഷന്മാർക്ക് ചിലപ്പോൾ, പ്രത്യേകിച്ച് വിവാഹിതരായ പുരുഷന്മാർക്ക്, ഞാനൊരു അന്യ സ്ത്രീയിലേക്ക് നോക്കുന്നത്, അവരുമായി കൂടുതൽ ഇടപഴകുന്നത്, ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വേള അത് അവിഹിതത്തിൽ ഏർപ്പെടുന്നവരുണ്ടെങ്കിൽ അവിഹിതത്തിലേക്ക് പോകുന്നത് എൻ്റെ ഭാര്യയുടെ കുറവ് കൊണ്ടാണ്, അവൾ എനിക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തു തരാത്തത് കൊണ്ടാണ് എന്നൊരു തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതോടൊപ്പം തന്നെ അവർ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം കൂടി ഇതിലുണ്ടല്ലോ. എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടാകുന്നത് അത് എൻ്റെ ഈ ഇത്തരം കാഴ്ചകൾ കൊണ്ട്, എൻ്റെ സോഷ്യൽ മീഡിയയിലെ അനാവശ്യമായ സ്ക്രോളിങ്ങുകൾ കൊണ്ട്, ഞാൻ തിരയുന്ന കണ്ടൻറ്റുകളുടെ പ്രശ്നം കൊണ്ട് എനിക്ക് അനാവശ്യമായി കുറേ മോട്ടിവേഷനുകൾ കിട്ടുന്നുണ്ടോ എന്നതുകൂടി ശരിക്ക് ഒരാൾ പരിശോധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ അവിഹിതങ്ങൾ എന്നുള്ളത്
ഞാൻ അതിൻ്റെ ചില സാധ്യതകളാണ് പറഞ്ഞത്. ആ സാധ്യതകൾ നമ്മൾ പറയുമ്പോഴും അതൊന്നും ഒരാൾക്ക് തെറ്റിലേക്കുള്ള ന്യായങ്ങളല്ല, അഫു കിട്ടുന്ന കാര്യങ്ങളുമല്ല. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്ക്രോളിങ്ങും അയാളുടെ കാഴ്ചയൊക്കെ ഒരു പ്രശ്നമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ, നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം, ഒരാൾ ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരികയാണ്. കോഴിക്കോട് നിന്ന് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു, നല്ല ഭക്ഷണം കഴിച്ച അയാൾ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ കടലയെന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ കടലി വാങ്ങി കഴിച്ചു. അങ്ങനെയുള്ള നാട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ കൂടെ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ വാന്ന് പറഞ്ഞ് വിളിച്ചാൽ പിന്നെ ഈ ചില ആൾക്കാർ ദുർബല മനസ്കരായിരിക്കും. അപ്പോൾ ഒരു കാലി കുടിക്കുക എന്ന് പറഞ്ഞാൽ, കാലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പൊറാട്ടയും കുറച്ച് ബീഫും ഒരു ചായക്കൊണ്ട് കാലിച്ചായ എന്ന് പറയാം. നാട്ടുപുറത്തെ കാലിച്ചായ അതാണ്. അതും കഴിച്ചു. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു സോഡാ സർവത്തും കുടിച്ചു. ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ. ഇപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ച് ഭാര്യ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെർഫോമൻസ്, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഒരു ഭംഗി, അതൊരു ഭാഗത്ത്. കോഴിക്കോട്ട് നിന്ന് അയാളിങ്ങനെ ബസ് കയറിയപ്പോൾ 12 മണി. ഞാനൊരു 12 മണിക്കൂർ കൊണ്ട് പേരിലെത്തുമല്ലോ, വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അയാൾ നേരെ ബസ് കയറിയിരുന്നു. വിശപ്പിൽ നന്നായിട്ട് നല്ല വിശപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് ആ കാറ്റുകൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. ഇവിടെ വന്ന് ഇറങ്ങി, നല്ല വയറ് എരിയുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ ചാടിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെയിറ്റ് ചെയ്യാനുള്ളൂ, ഞാൻ ചെന്നിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞ് ചെന്ന് ആ ഭക്ഷണം കഴിക്കണമെന്ന് തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. നമ്മളിപ്പോൾ ഒരു സ്ത്രീയുടെ ആകർഷണീയമായ ഒരു ഭാഗം ഒരു പുരുഷൻ കാണുമ്പോൾ തലച്ചോറ് മനസ്സിലാക്കുന്നത് അവിടെ അയാൾക്കത് ആസ്വദിക്കാനുള്ളതാണെന്നാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ കണ്ണിന് പരിമിതിയുള്ളതുപോലെ, കയ്യിൽ വെയിറ്റ് എടുക്കാൻ പരിമിതിയുള്ളതുപോലെ, നമ്മളുടെ ചിന്തക്ക് പരിമിതിയുള്ളതുപോലെ, മനുഷ്യൻ്റെ ലൈംഗിക ശേഷിക്കും ഒരു കപ്പാസിറ്റി, ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു അളവിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഒരു പെണ്ണിൻ്റെ ഒരു പോസ്റ്ററിലൊരു പ്രത്യേക ഭാഗം കാണുന്നു, അപ്പോൾ കുറച്ച് സാധനം അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. പിന്നെ ഒരു പാട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നു, അങ്കലാവണ്യൊക്കെ വർണ്ണിക്കണേ. അപ്പോൾ അവിടെ കുറച്ചും കൂടി, അതുകൊണ്ടാണ് അവിടെ ഒരു ആസ്വാദനം കിട്ടുന്നത്. ആ കാഴ്ചയിലേക്ക് വീണ്ടും പോകാൻ തോന്നുന്നത് അവിടെ ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കണോണ്ടാണ്. അതാണ് രാവിലെ മുതൽ ഇങ്ങനത്തെ പലതും കണ്ടും തൊട്ടും സമീപിച്ചു അടുത്തിരുന്നും ജോലി സ്ഥലത്തെ ഇൻട്രാക്ഷനും തമാശയും ഒക്കെ ആയിട്ട് ഇത് കത്തിച്ച് തീർത്തിട്ടാണ് എന്ത് ചെയ്യണത്, ഇയാൾ ബെഡ്റൂമിൽ വരുന്നത്. വറ്റി വരേണ്ട സെക്സ് ആൻഡ് ഇൻ്റർകോഴ്സസ് കപ്പാസിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യണത്, ലൈംഗികതയുടെയും ശാരീരിക ബന്ധത്തിൻ്റെയൊക്കെ ഏറ്റവും ലോ ലെവൽ അവസ്ഥയിലാണ്, ഏറ്റവും മിതമായ അവസ്ഥയിലാണ് അയാൾ വരുന്നത്. അവിടെ അയാൾക്കൊരു സമ്പൂർണ്ണമായ സംഭവം ചെയ്യാൻ കഴിയില്ല. അത് അയാളുടെ ഭാര്യൻ്റെ നിറത്തിൻ്റെ കുറവോ, അയാളുടെ ഭാര്യയുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരാൾ ചോദ്യം കണ്ടിരുന്നു, എൻ്റെ വയറൊക്കെ ചാടിയെന്ന് ഭാര്യനോട് പറഞ്ഞു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെന്ന് തോന്നുന്നു. അത് അവിടെ ഭാര്യൻ്റെ വയറ് ചാടിയതായൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യണത് എന്തുകൊണ്ടാണെന്നറിയോ, അയാൾക്ക് ഈ പെണ്ണിലൂടെ കിട്ടേണ്ടുന്ന എല്ലാത്തരം ആസ്വാദനങ്ങളും അയാൾ പല സ്ഥലത്തായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, വിതരണം ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, ഈ ബെഡ്റൂമിക്ക് വരുന്നത്. അപ്പോൾ പിന്നെ അവിടെ അത് കിട്ടൂല. നേരെ മറിച്ച് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വിവാഹമെന്നത് അഗള്ളുലിൽ ബസർ വ അഹ്സനുലിൽ ഫർജ്. അഗള്ളാണ്, കണ്ണിനെ ചിമ്മിപ്പിക്കുന്നതാണ്. ഭാര്യ വീട്ടിലുണ്ട്, അവളുടെ ലോകം, ഞാൻ അവളെയാണല്ലോ പറ്റിക്കണത് എന്ന ചിന്ത ഇതൊരു വ്യക്തിയിൽ അതിശക്തമായ നിയന്ത്രണങ്ങളുണ്ടാക്കും. വഹ്സനുലിൽ ഫർജ്. അപ്പോൾ ലൈംഗികത ഏറ്റവും അടിപൊളിയായിട്ട് അവർക്ക് നിർവഹിക്കാനും പറ്റും, യാതൊരു സംശയവും അതിലില്ല. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്ക്രോളിങ്, അവൻ സബ്സ്ക്രൈബ് ചെയ്യണ യൂട്യൂബ് ചാനലുകൾ, അവൻ ഇൻസ്റ്റാൾ ചെയ്യണ ആപ്പുകൾ, അവൻ കാണുന്ന റീലുകൾ, ഷോർട്സ്, ഇതൊക്കെ അവൻ്റെ രുചിയെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ നീക്കണത് ഇവിടെ ഒരു ആസ്വാദനം കിട്ടണോണ്ടാ. ഈ ആസ്വാദനത്തിൻ്റെ ഭാഗമായി കത്തിക്കണ എണ്ണ, പുതിയ ഭാഷ മനസ്സിലാണ് ഭാഷ പറഞ്ഞാൽ, ഇവിടെ കത്തിക്കണ പെട്രോള്, ബെഡ്റൂം കത്തിക്കാനുള്ള പെട്രോളാണ് ഇവിടെ കത്തിച്ചടിച്ച് എന്ത് ചെയ്യണത്, ഈ തോണ്ടലിൽ ഇങ്ങനെ തീർത്ത് കളയണത്. കൈകാലുകളും ബ്രസ്റ്റും ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇത് കണ്ട് കത്തി തീർന്നിട്ടാണ് എന്ത് ചെയ്യണത്, അവൻ ബെഡ്റൂമിക്ക് ചെല്ലണത്. അത് സ്വാഭാവികമായിട്ടും അവൻ്റെ സെക്സിനെ, അവൻ്റെ ലൈംഗികതയെ, അനുബന്ധങ്ങളൊക്കെ ശരിക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്.
അത് ശരിക്കൊരു ഫോൺ ഡയറ്റൊക്കെ കൊണ്ടുവന്നാൽ ഉം. ഞാൻ എന്ത് ചെയ്യൂല, ഇത്ര ദിവസം യൂട്യൂബിലേക്ക് കണ്ടന്റിലേക്ക് പോകില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായൊരു ആസ്വാദനം തരാത്ത ഭാര്യൻ്റെ അടുത്തൊക്കെ ഒന്ന് ചെന്ന് നോക്ക്. അപ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഫുഡൊക്കെ ഇതിലൊരു പ്രധാന ഘടകമാണ്. ഭക്ഷണശീലങ്ങൾ, കാര്യങ്ങൾ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം, സാഹചര്യം, നമ്മുടെ ശരീരത്തിൻ്റെ വൃത്തി, ആ സംഗതികൾ നടക്കേണ്ടുന്നതിൻ്റെ തൊട്ടടുത്ത സമയങ്ങളിലുള്ള രണ്ടാളുടെയും പെരുമാറ്റം. അപ്പോൾ തല്ലൂടി വർത്താനൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ആയി വരുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, അവിഹിതങ്ങളിലേക്ക് തെറിച്ചു പോകുന്നത് വളരെ കൃത്യമായി പറയാം, അതിൽ രണ്ടുപേരും പ്രതികളാവാറുണ്ട്. പലപ്പോഴും ഒരു കക്ഷി അവനവൻ്റെ ന്യായത്തിലും അവനവൻ്റെ വ്യാഖ്യാനത്തിലും മാത്രം നിന്ന് എതിർ പാളയത്തിലുള്ള, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ പ്രതിയാക്കി അങ്ങനെ നീറിത്തീരലാണ് ജീവിതം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു കഥ കേട്ടിട്ടുള്ളതേ, രാജാവിന് മന്ത്രിയുടെ ഭാര്യയിൽ ഒരു താല്പര്യമുണ്ട് എന്ന് മന്ത്രിയുടെ ഭാര്യ മനസ്സിലാക്കാണ്. പഴയ കഥകളിൽ പൊതുവെ മന്ത്രിക്കും മന്ത്രിയുടെ ഭാര്യയ്ക്കൊക്കെ രാജാവിനേക്കാൾ ബുദ്ധി ഉണ്ടാകുന്നതാണല്ലോ കഥയിലുള്ളത്. അപ്പോൾ മന്ത്രിയുടെ ഭാര്യ രാജാവിന് മന്ത്രിയുടെ വീട്ടിലൊരു വിരുന്നൊരുക്കിയെന്നാണ്. എന്നിട്ട് രാജാവ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ ഐറ്റം ഭക്ഷണങ്ങളുണ്ട്. ചിക്കൻ തന്നെ പല നിറത്തിലും പല ടേസ്റ്റിലും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ച നിറത്തിലുണ്ട്, പിന്നെ റെയിൻബോ എന്ന പേരിൽ പല നിറങ്ങളുള്ള ചിക്കനുണ്ട്, ചിക്കൻ തന്നെ പല സാധനങ്ങൾ കൂട്ടി വെച്ചുകൊണ്ടുള്ള കറികളുണ്ട്. അങ്ങനെ ചിക്കൻ്റെ പല ഐറ്റംസൊക്കെ ഉണ്ട്. രാജാവ് ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് എണീക്കാൻ നേരത്ത് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞു എന്നാണ്, എല്ലാം ചിക്കനാണ് എന്ന് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞു എന്നാണ്. അപ്പോൾ അതിലൂടെ രാജാവിന് കാര്യം മനസ്സിലായി എന്നാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അവരുടെ പുറമേ ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ, ആ വസ്ത്രം ശരീരത്തോട് എത്രമാത്രം ഒട്ടി നിൽക്കുന്നു, അതെത്രമാത്രം ആകർഷണീയമായി ധരിക്കുന്നു, എങ്ങനെയാണ് അവരുടെ സംസാര രീതി, അതിനനുസരിച്ചാണ് അവരുടെ സൗന്ദര്യത്തിൽ വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ തന്നെയാണുള്ളത് എന്നൊരു സന്ദേശം മന്ത്രിയുടെ ഭാര്യ നൽകിയെന്നാണ്. അപ്പോൾ ജീവിതത്തിൽ അത്തരമൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. മറ്റു കാഴ്ചക്ക് മനോഹാരിത നൽകുന്ന കാഴ്ചകളൊന്നും അത് യഥാർത്ഥത്തിൽ ജീവിതത്തിനൊരു പക്ഷേ ഗുണം ചെയ്തു കൊള്ളണമെന്നില്ല. നമുക്കായി അള്ളാഹു ഹലാലാക്കിയ ഒരു മാർഗം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു വെറുതെയുള്ള ഒരു സംശയം, ഭാര്യ അങ്ങനെയാണോ ഭർത്താവ് ഇങ്ങനെയാണോ എന്ന ഒരു വെറുതെ സംശയത്തിൻ്റെ ഒരു വശമുണ്ട്. അത് ഇൻഷാ അല്ലാ മറ്റൊരവസരത്തിൽ നമുക്ക് സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യാം. സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകളിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയക്കുക. ഉത്തരങ്ങൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ലഭിക്കും. സ്നേഹക്കൂടിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സ്നേഹക്കൂട് പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ ലഭിക്കും. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൽ ധാരാളം വീഡിയോസ് നമുക്ക് കാണാനുണ്ട്. അത് കാണുക, ജീവിതത്തിൽ നല്ല ഒരു മാർഗം തിരഞ്ഞെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.